Hi friends, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme Narzo 10ന്റെ ക്യാമറ പെർഫോമൻസ് റിവ്യൂ ആണ്. ഈ ഗിവ് അവേയോടൊപ്പം നമ്മൾ 16ാമത്തെ ഗിവ് അവേയുടെ സെക്കൻഡ് സീക്രട്ട് കോഡും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ 12 ഡിജിറ്റ് സീക്രട്ട് കോഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഗിവ് അവേയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ Realme Narzo 10ൽ ഡയലൈറ്റ് കണ്ടീഷനിലും ലോ ലൈറ്റ് കണ്ടീഷനിലൊക്കെ ഒരുപാട് ഇമേജസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഡയലൈറ്റ് കണ്ടീഷനിൽ ഒരുവിധം നല്ല റിസൾട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരു 12,000 രൂപ ബഡ്ജറ്റ് തീർച്ചയായിട്ടും നല്ലൊരു ഡിവൈസാണ്, ഒരു ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് ഡിവൈസാണ് Realme Narzo 10. പക്ഷെ നമുക്ക് ലോ ലൈറ്റ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ ഒരു എബോവ് എവറേജ് ലെവൽ റിസൾട്ടാണ്, പ്രത്യേകിച്ച് റിയർ ക്യാമറയിൽ. അപ്പോൾ നമുക്ക് എന്തായാലും സാമ്പിൾ ഇമേജസും വീഡിയോസൊക്കെ കണ്ട് തന്നെ നമുക്കതൊന്ന് വിലയിരുത്താം. ഓക്കെ, ഇൻബിൽഡ് ക്യാമറ ആപ്ലിക്കേഷനിൽ നമുക്ക് നൈറ്റ് മോഡ്, വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, 48 മെഗാ പിക്സൽ മോഡ്, അൾട്രാ മാക്രോ, സ്ലോ മോഷൻ, എക്സ്പെർട്ട് പനോരമ, അങ്ങനെ ഒരുപാട് മോഡുകൾ അവൈലബിൾ ആണ് റിയർ ക്യാമറയിൽ. ഗിവ് അവേയിൽ പങ്കെടുക്കാനുള്ള സീക്രട്ട് കോഡിൻ്റെ ഫസ്റ്റ് 4 ഡിജിറ്റ് 3241. നമുക്ക് റിയർ ക്യാമറ യൂസ് ചെയ്ത് 720 180p വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, പനോരമ, ടൈം ലാപ്സ് എന്നീ മോഡുകളാണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറയിൽ സ്ലോ മോഷൻ ഫീച്ചർ നമുക്ക് അവൈലബിൾ അല്ല. നമുക്ക് ഫ്രണ്ട് ക്യാമറയിലും 720 180p വീഡിയോ വരെ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫ്രണ്ട് ക്യാമറയിലാണെങ്കിലും റിയർ ക്യാമറയിലാണെങ്കിലും 4K വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. നമ്മൾ ഡയലൈറ്റ് കണ്ടീഷനിൽ റിയർ ക്യാമറ യൂസ് ചെയ്ത് നോർമൽ മോഡിലെടുത്ത ഒരു ഇമേജ് സാമ്പിളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇമേജ് സാമ്പിളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഇമേജ് സൂം ചെയ്ത് നോക്കുകയാണെങ്കിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്നില്ല. നല്ല ക്വാളിറ്റി ഉള്ള ഇമേജ് ഒക്കെ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. Realme Narzo 10ൽ 48 മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് HDR മോഡിലെടുത്ത ഇമേജ് സാമ്പിൾസ് ആണ്. ഇവിടെയും നമുക്ക് നല്ലൊരു റിസൾട്ടാണ് Realme Narzo 10ൽ കാണാനായിട്ട് സാധിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഇമേജസ് ആണ് നമുക്ക് Realme Narzo 10ൽ റിയർ ക്യാമറ യൂസ് ചെയ്തിട്ട് HDR മോഡിൽ എടുക്കാനായിട്ട് സാധിക്കുന്നത്. ചെറിയൊരു എൻഹാൻസ്മെൻറ്റ് നമുക്ക് തീർച്ചയായിട്ടും HDR മോഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, നോർമൽ മോഡിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഇനി നമ്മൾ പോർട്രേറ്റ് ഇമേജസിലേക്ക് വരാണെങ്കിൽ അവിടെ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് Realme Narzo 10ൽ കാണാനായിട്ട് സാധിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു റിസൾട്ടാണ്. ഈ ഒരു 12,000 രൂപ ബഡ്ജറ്റിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു റിസൾട്ട് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ക്യാമറ പെർഫോമൻസ് തന്നെയാണ്. ഇനി നമുക്ക് 48 മെഗാ പിക്സൽ മോഡിൽ Realme Narzo 10ൽ എടുത്ത കുറച്ച് ഇമേജ് സാമ്പിൾസ് നമുക്ക് കാണാം. നല്ല ക്വാളിറ്റി ഉള്ള ഇമേജസ് ആണ് നമുക്ക് 48 മെഗാ പിക്സൽ മോഡിലും ലഭിക്കുന്നത്. നമ്മൾ ഇമേജ് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും, നല്ല ക്വാളിറ്റി ഉള്ള ഇമേജസ് ആണ് റിയർ ക്യാമറയിൽ 48 മെഗാ പിക്സൽ മോഡിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത്. Realme Narzo 10ൽ സൂപ്പർ മാക്രോ ലെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 മെഗാ പിക്സലിൻ്റെ ലെൻസാണ്, മാക്രോ ലെൻസാണ് Realme Narzo 10ൽ വരുന്നത്. മാക്രോ മോഡിലെടുത്ത, അൾട്രാ മാക്രോ മോഡിലെടുത്ത ഇമേജ് സാമ്പിൾസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇവിടെയും നമുക്ക് ഒരു സാറ്റിസ്ഫാക്ടറി റിസൾട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഗിവ് അവേയിൽ പങ്കെടുക്കാനുള്ള സീക്രട്ട് കോഡിൻ്റെ സെക്കൻഡ് 4 ഡിജിറ്റ് PQRS എന്നാണ്. ഇനി നമ്മൾ നോർമൽ ആംഗിൾ, വൈഡ് ആംഗിൾ ഇമേജസിലേക്ക് വരാണെങ്കിലും നമുക്ക് നല്ലൊരു റിസൾട്ടാണ് Realme Narzo 10ൽ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ഒരുപാട് ഏരിയ നല്ല ക്വാളിറ്റിയിൽ തന്നെ, നല്ല ക്വാളിറ്റിയുള്ള ഇമേജായിട്ട് തന്നെ നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. വൈഡ് ആംഗിൾ ഓപ്ഷനിൽ നമുക്ക് വളരെ നോയ്സ് കാര്യമായിട്ട് ഇല്ല എന്ന് തന്നെ പറയാം. അത്രയും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഇമേജാണ് ലഭിക്കുന്നത്. 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസാണ് Realme Narzo 10ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് റിയർ ക്യാമറ യൂസ് ചെയ്തെടുത്ത ഒരു വീഡിയോ സാമ്പിളാണ്. ഇവിടെയും നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതൊരു എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു റിസൾട്ട് തന്നെയാണ്.
തീരെ മോശമായ റിസൾട്ടും അല്ല, എന്നാൽ വളരെ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാനും പറ്റില്ല. എന്തായാലും നമുക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു വീഡിയോ ക്യാപ്ചറിങ് പെർഫോമൻസ് നമുക്ക് Realme Narzo 10 ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് Realme Narzo 10 നമ്മൾ എടുത്ത ഒരു സ്ലോ മോഷൻ വീഡിയോ ആണ്. ഇവിടെയും നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ഇത്രയും നല്ലൊരു സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഡിവൈസ് എന്ന് പറയുമ്പോൾ നല്ലൊരു ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ്, പ്രത്യേകിച്ച് ഡയലൈറ്റ് കണ്ടീഷനിൽ നമുക്ക് തീർച്ചയായിട്ടും Realme Narzo 10 കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഡയലൈറ്റ് കണ്ടീഷനിൽ ഫ്രണ്ട് ക്യാമറയുടെ പെർഫോമൻസ് നോക്കാം. 16 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് Realme Narzo 10 വരുന്നത്. ഇവിടെ നമുക്കൊരുവിധം നല്ല റിസൾട്ട് തന്നെയാണ് Realme Narzo 10 ലഭിക്കുന്നത്. വലിയ രീതിയിലുള്ള നോയ്സ് ഇല്ല, അതുപോലെ തന്നെ ഓവറായിട്ടുള്ള എക്സ്പോഷറിങ് നമ്മളിവിടെ കാണുന്നില്ല. നല്ല ക്വാളിറ്റിയുള്ള ഇമേജാണ് നമുക്ക് Realme Narzo 10 ലഭിക്കുന്നത്. ഇനി നമുക്ക് പോർട്രേറ്റ് മോഡിലാണെങ്കിലും സെൽഫി ക്യാമറയിൽ ഒരുവിധം നല്ല റിസൾട്ട് തന്നെയാണ് Realme Narzo 10 ലഭിക്കുന്നത്. ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തെടുത്ത ഒരു വീഡിയോ സാമ്പിളാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് അത്ര എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട് എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല. ഒരു ആവറേജ് ലെവൽ വീഡിയോ പെർഫോമൻസ് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും 12,000 രൂപ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ രീതിയിൽ Realme Narzo 10 കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഡയലൈറ്റ് കണ്ടീഷനിൽ നമുക്കൊരുവിധം നല്ല റിസൾട്ട് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അത്ര വലിയ പ്രശ്നമൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഈ ഒരു ബഡ്ജറ്റിൽ 12,000 രൂപ ബഡ്ജറ്റിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് Redmi Note 8 അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ M01 11,000 രൂപയ്ക്ക് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ M21. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു പെർഫോമൻസ് ആണ് Realme Narzo 10 കാണാനായിട്ട് സാധിക്കുന്നത്. ക്യാമറ ബേസ് നമുക്ക് ഈ ഒരു 12,000 രൂപ ബഡ്ജറ്റിൽ തീർച്ചയായിട്ടും നല്ലൊരു ഡയലൈറ്റ് പെർഫോമൻസ് നമുക്ക് Realme Narzo 10 ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ലോ ലൈറ്റ് കണ്ടീഷനിലേക്ക് നമുക്ക് എങ്ങനെയാണ് റിസൾട്ട് നോക്കാം. ലോ ലൈറ്റ് കണ്ടീഷനിലും നല്ലൊരു ക്യാമറ പെർഫോമൻസ് Realme Narzo 10 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ലോ ലൈറ്റ് കണ്ടീഷനിൽ നമ്മൾ നോർമൽ മോഡിലെടുത്ത ഒരു ഇമേജ് സാമ്പിളാണ്. ഇവിടെ നമുക്കൊരു എബവ് ആവറേജ് ലെവൽ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരുവിധം ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് Realme Narzo 10 നൈറ്റ് മോഡ് അത്ര വലിയ ഒരു എൻഹാൻസ്മെൻ്റ് ഒന്നും ഫോട്ടോയ്ക്ക് കൊണ്ടുവരുന്നില്ല. ചെറിയ രീതിയിലുള്ള എൻഹാൻസ്മെൻ്റ് ഉണ്ട്, എന്നാലും ഒരു നൈറ്റ് മോഡ് എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ ലെവൽ ഓഫ് എൻഹാൻസ്മെൻ്റ് ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഒരു നോർമൽ രീതിയിൽ ചെറിയൊരു എൻഹാൻസ് ചെയ്തിട്ട് നമുക്ക് നോർമൽ മോഡ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു നൈറ്റ് ഇമേജ് കിട്ടും. അത്രയാണ് വ്യത്യാസമുള്ളൂ. നമ്മൾ ലോ ലൈറ്റ് കണ്ടീഷനിൽ റിയർ ക്യാമറ യൂസ് ചെയ്തെടുത്തൊരു വീഡിയോ സാമ്പിളാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് പതിവ് പോലെ ഈ ഒരു ബഡ്ജറ്റിൽ നമ്മളൊരു ഫോൺ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാമറ പെർഫോമൻസ് ആണ് തീർച്ചയായിട്ടും ലോ ലൈറ്റ് കണ്ടീഷനിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെയുള്ള ഒരു ആവറേജ് റിസൾട്ട് തന്നെയാണ് നമുക്കിവിടെയും നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് Realme Narzo 10 ലഭിക്കുന്നത്. ഗിവ് അവേയിൽ പങ്കെടുക്കാനുള്ള സീക്രട്ട് കോഡിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് BETA എന്നാണ്. ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമറയുടെ ഒരു പെർഫോമൻസ് നോക്കാം. ഫ്രണ്ട് ക്യാമറയിലേക്ക് വരാണെങ്കിൽ നമുക്ക് ഒരുവിധം നല്ല ക്വാളിറ്റി ഉള്ള സെൽഫി ഇമേജ് നമുക്ക് ലോ ലൈറ്റ് കണ്ടീഷനിൽ Realme Narzo 10 എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുവിധം മീഡിയം ലൈറ്റിംഗ് ഉള്ളൊരു കണ്ടീഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും ലോ ലൈറ്റ് കണ്ടീഷനിൽ നല്ല ക്വാളിറ്റി ഉള്ള സെൽഫി ഇമേജസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ നമുക്ക് ലോ ലൈറ്റ് കണ്ടീഷനിൽ നമുക്കൊരു മീഡിയം റിസൾട്ട് ലഭിക്കുന്നതാണ്. ഒരുവിധം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ലോ ലൈറ്റ് പെർഫോമൻസ് ആണ് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അവിടെയും മേജറായിട്ടുള്ള ഇഷ്യൂസൊന്നുമില്ല. നല്ലൊരു ക്യാമറ പെർഫോമൻസ് തന്നെയാണ് നമ്മൾ കാണുന്നത്. ലോ ലൈറ്റ് കണ്ടീഷനിലെ റിസൾട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരുവിധം നല്ല റിസൾട്ട് തന്നെയാണ് ഫ്രണ്ട് ക്യാമറയിൽ ലഭിക്കുന്നത്. പക്ഷേ ബാക്ക് ക്യാമറയിൽ അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടല്ല. ഒരു എബവ് ആവറേജ് ലെവൽ അല്ലെങ്കിൽ ഒരു മീഡിയം റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. എക്സ്ട്രാ ഓർഡിനറി റിസൾട്ടൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. ഈ ഒരു ബഡ്ജറ്റിൽ ലോ ലൈറ്റിൽ നമുക്കത്ര ബെസ്റ്റ് ക്യാമറ ഡിവൈസ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ പൊതുവെ ഈ ഒരു ലോ ലൈറ്റ് കണ്ടീഷനിൽ ഈ ഒരു ബഡ്ജറ്റിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു റിസൾട്ടൊക്കെ തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടും നമുക്കൊരു ബെസ്റ്റ് ക്യാമറ ഡിവൈസ്, ഒരു 12,000 രൂപ ബഡ്ജറ്റിൽ ബെസ്റ്റ് ക്യാമറ ഡിവൈസ് തന്നെയാണ് Realme Narzo 10. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗിവേയിൽ പങ്കെടുക്കാനായിട്ട് ഉള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 12 ഡിജിറ്റ് സീക്രട്ട് കോഡ് ലഭിച്ചിട്ടുണ്ടാവും. അത് എൻ്റർ ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസും ഗിവേയുടെ മറ്റ് ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗിവേകളിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.